തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനമാക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. റോഡ് ഷോകളും റാലികളുമായി കൊട്ടിക്കലാശം പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫ്, എന്തായാലും ഇന്ന് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഇന്ന് രണ്ടാം ഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിൽ കൊട്ടിക്കലാശം നടക്കുകയാണ്. എന്തായാലും സമാപന പരസ്യ പ്രചാരണത്തിന്റെ സമാപന ചടങ്ങ് കൂടിയാണ് ഇത്. എന്തായാലും ആവേശകരമായ രീതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും പാർട്ടികളും എല്ലാം ഈ ഒരു കൊട്ടിക്കലാശം ആഘോഷമാക്കുകയാണ്. നാളെ മുതൽ നിശബ്ദ പ്രചാരണമായിരിക്കും നടക്കാൻ പോകുക. തൃശൂർ മുതൽ കാസർഗോഡ് വരെ എന്നിങ്ങനെ 7 ജില്ലകളിലാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത്. മറ്റന്നാളാണ് അവിടുത്തെയും തിരഞ്ഞെടുപ്പ് എന്നുകൂടി മനസ്സിലാക്കാൻ, വോട്ടിംഗ് ദിവസം എന്നുകൂടി മനസ്സിലാക്കാൻ. 13 എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികൾ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതായാലും നീണ്ട നിരയിലുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു കൊട്ടിക്കലാശമാണ് കാണാൻ കഴിയുന്നത്. കൊടികൾ ഉയർത്തിയും ബാനറുകൾ പിടിച്ചും കളർ പേപ്പറുകൾ എറിഞ്ഞും പാട്ടും ഡാൻസുമായി എന്തായാലും കൊട്ടിക്കലാശം അവിടെ ഗംഭീരമാക്കുകയാണ്, കളറാക്കുകയാണ് കൊട്ടിക്കലാശം. എന്തായാലും റോഡ് ഷോയും റാലികളും അടക്കം കൊട്ടിക്കലാശം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പോലീസുകാരുടെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഗതാഗത തിരക്കൊക്കെ ഏകദേശം പരിഹാരമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണികളുടെ ഒരു വഴക്കിലേക്ക് പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ഇപ്പോൾ സമാപനമാകുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 7 ജില്ലകളിലാണ് ഇപ്പോൾ കൊട്ടിക്കലാശം നടക്കുന്നത്. മുന്നണികൾ എന്തായാലും അവസാനഘട്ട വോട്ട് പ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ആവേശത്തിലേക്കാണ് ഇപ്പോൾ മുന്നണികളും പ്രവർത്തകരുമൊക്കെ. എന്തായാലും നമ്മുടെ പ്രതിനിധി ജോസഫ് ഇപ്പോൾ ചേരുന്നുണ്ട്. ജോസഫെ, എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു? പരസ്യ പ്രചരണത്തിലാണ്, നാളെ മുതൽ നിശബ്ദ പ്രചരണമാണ്. എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോൾ കൊട്ടിക്കലാശം? ആവേശമായോ, കളറായോ? ആവേശത്തിന് ഒട്ടും കുറവില്ല. വടക്കൻ മണ്ഡലം കേന്ദ്രത്തിൽ ആവേശം അല തല്ലുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾ ബലാത്സംഗം പ്രദർശിപ്പിച്ചു. വലിയ രീതിയിൽ നേട്ടം ചർച്ചകളിലും മുസ്ലിം ലീഗിലും കൂടിയ ഏറെ പ്രധാനമാണ്. ഇപ്പോൾ തന്നെ CPIനെ സംബന്ധിച്ചിടത്തോളം CPIന്റെ പാർട്ടി കോട്ടകൾ കോട്ടകളുള്ള പ്രദേശമാണ് കാഞ്ഞങ്ങാടും, ചെറുകുത്തൂരും, കയ്യൂർ, കരിവള്ളൂർ. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഭരണം ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാ മുന്നണികളും. മഞ്ചേശ്വരത്ത് വ്യക്തമായ പദ്ധതിയോടെ ഭരണം വീണ്ടും പിടിക്കാൻ BJP വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തുകയാണ്. കാസർഗോഡ് നഗരസഭയിലടക്കം വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തുക. ജില്ലാ പഞ്ചായത്തിലേക്കും കനത്ത പോരാട്ടമാണ് ഈ തവണ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ 2015 ഭരിച്ചത് UDF ആണ്. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി 2020 CPIM LDF മുന്നണി തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇവിടെ അടക്കം വലിയ രീതിയിലുള്ള കനത്ത പോരാട്ടമാണ്. അതായത് ഒരു സ്റ്റേറ്റിന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിൻബലത്തോടുകൂടി ഭരിച്ച സ്റ്റേറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷയാണ് UDFിനുള്ളത്. നിലവിൽ 3 മുനിസിപ്പാലിറ്റികൾ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, നീലേശ്വരം മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി,
ഈ 3 മുനിസിപ്പാലിറ്റികളിലും വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗാണ്. പക്ഷേ ഈ തവണ ലീഗിനെ ഏറെ സ്ഥാനത്തിരിക്കുന്നത് ലീഗിലെ വിവാദ സ്ഥാനാർത്ഥികളാണ്. മാത്രമല്ല അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. NDA സഖ്യമാണ്. NDA സഖ്യം വലിയ രീതിയിലുള്ള വെല്ലുവിളി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുന്നുണ്ട്. മറ്റൊരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കാഞ്ഞങ്ങാട് LDF നേതൃത്വമാണ്. LDF നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവൃത്തിക്ക് ഒരു വോട്ട് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രചാരണം ആരംഭിച്ചത്. പക്ഷേ ഈ പ്രദേശത്തെ CPM-നെ CPI-യും CPM-ഉം കൊണ്ടുള്ള വിഭാഗീയതയെല്ലാം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഭരണം LDF-ന് നിലനിർത്താനാകുമോ എന്നത് ഏറെ പ്രധാനപ്പെട്ടതെന്ന് നീരജത്തെ സംബന്ധിച്ചിടത്തോളം LDF-ന് മൃഗീയ ആധിപത്യമുള്ള സ്ഥലമാണ്. ഇത്തവണ സീറ്റ് കുറയുന്നതിൽ പഴയ സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവുമാകും. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 3 മുന്നണികൾക്കും വിവിധയിടങ്ങളിൽ കൃത്യമായ ആധിപത്യവും ഭരണവുമുള്ള സ്ഥലം ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുമെന്നതിന്റെ ഉറപ്പാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാസർഗോഡ് ജില്ലയിൽ കുറവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. മതപരമായ ചില കാര്യങ്ങൾ പ്രചരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അതിന്റെ തുടർച്ച ഇപ്പോഴും നടത്തിയിരിക്കുകയാണ്. വിവിധയിടങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ഇത്തവണയും നേടിയ ചർച്ചയായി മാറുന്നത്. വികസന മുരടിപ്പിന് ഇത്തവണ മാറ്റി ചിന്തിക്കണമെന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ BJP ആവശ്യപ്പെടുമ്പോൾ വികസന തുടർച്ചയ്ക്ക് മുസ്ലിം ലീഗ് വീണ്ടും വികസനത്തിൽ വരണമെന്നാണ് മുസ്ലിം ലീഗ് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു അംഗസംഖ്യ മാത്രമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 38 അംഗ സീറ്റിൽ ഒരംഗസംഖ്യ മാത്രമാണ് LDF-ന് ഇതുവരെയും സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ UDF മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ LDF നേതൃത്വത്തിൽ ഒരംഗത്തിൽ പോലും ഇല്ലാത്ത ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്താണ്. ഇത്തവണ ഇതിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നതാണ്. എന്തായാലും കാസർഗോഡ് കൗൺസിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാസർഗോഡ് നഗരത്തിൽ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ക്രമസമാധാനം വളരെ കൂടുതലാണ്. പോലീസ് അനുമതി അടക്കം എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് കണക്കും പാർട്ടിയേറിയ പോരാട്ടമാണ് എല്ലായിടത്തും നടക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ലീഗ് വലിയ തലവേദന സൃഷ്ടിച്ചപ്പോൾ അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ CPI-യും തമ്മിൽ ഒഴിവാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇടയാക്കുന്നു. മാത്രമല്ല ബേനീശ്വരം മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലെ പ്രാദേശിക വിഷയങ്ങൾ അത് CPM-ന്റെ മുൻകൂട്ടിയെ പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടായി. പ്രാദേശിക വിഷയങ്ങളിൽ CPM നേതൃത്വം കാതലായി ഇടപെടുത്തില്ല എന്നുള്ളതെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരിശീലിക്കുന്നതിനായി ചേർന്നത്. എന്തായാലും 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഇടമാണ് കാസർഗോഡ് ജില്ല. മഞ്ചേശ്വരം, മധൂർ, വെട്ടിയെടുക്ക ഭാഗങ്ങളിൽ ഇത്തരത്തിൽ BJP-ക്ക് വലിയ മേൽനോട്ടം നേർക്കെയുള്ള സ്ഥലമാണ്. കാസർഗോഡ് ടൗണ്, കുമ്പള അതുപോലെയുള്ള പ്രദേശങ്ങൾ, ചെറുക്കുള മുതലുള്ള പ്രദേശങ്ങൾ UDF-നും മുസ്ലിം ലീഗിനും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. കാഞ്ഞങ്ങാടും ചെറുത്തും ഇമേലിയും കയ്യൂരുമെല്ലാം CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. നിലവിൽ വാർഡുകൾ പിടിച്ചെടുക്കുക, പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. നിലവിൽ നിരവധി പഞ്ചായത്തുകളിൽ
UDF ഭരിക്കുന്നത്, മുസ്ലിം ലീഗ് ഭരിക്കുന്നത്. ആ പ്രദേശങ്ങളിലൊന്നും ഇതുവരെ കടന്നു ചെല്ലാനും ആ ഉരുക്ക് കോട്ടയെ തകർക്കാനും ഇതുവരെയും ഭരിക്കുന്ന പാർട്ടിയായ LDF ഇതുവരെ അതൊരു കുറ്റവഴിയും കുട്ടിക്കലാശം ചെറിയ സംഘങ്ങളായി കാസർഗോഡ് പള്ളി ബസ്റ്റാൻഡിലേക്ക് നിൽക്കുകയാണ്. അവിടെ വലിയൊരു സംഗമമായിട്ടാണ് ചേരുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും അനുസരിച്ച് ഒരു വലിയ സംഗമം പിടിച്ചെടുത്തിട്ടുണ്ട്. ശരി ജോസഫ്, എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട അവിടെ പൊടി പൊടിക്കുകയാണ്. പമ്പരങ്ങളും കരകാട്ടവും അതോടൊപ്പം തന്നെ ഡാൻസും പാട്ടും മേളവുമായി അങ്ങനെ കളറാവുകയാണ് കലാശക്കൊട്ട. 7 ജില്ലകളിലെ കലാശക്കൊട്ടാണ് ഇപ്പോൾ അവസാന നിമിഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എങ്ങനെയാണോ കോഴിക്കോട്ടിലെ വിശേഷങ്ങൾ? പ്രതിനിധികളൊക്കെ എത്തിയോ? എങ്ങനെയാണ് കലാശക്കൊട്ട അവിടെ കളറായോ? കോഴിക്കോട് സംബന്ധിച്ച് പറയുമ്പോൾ കലാശക്കൊട്ടിന്റെ ആവേശ പെരുക്കം തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പാളയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാണാൻ കഴിയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള അയ്യൂബിന്റെ, അത് ചാലപ്പുറത്താണ്, കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പിന്നീട് കോൺഗ്രസ് നേതൃത്വം പുറത്താക്കി അവിടെ CMPക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച അയ്യൂബ് പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അയ്യൂബിന്റെ മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൊട്ടിക്കലാശമാണ് ഒരു കെങ്കേമമായി നടന്നത്. CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഒരു കൊട്ടിക്കലാശമൊക്കെ ഇത്തവണ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസ്താഫിർ അഹമ്മദ് മത്സരിക്കുന്ന മീഞ്ചന്ത ഭാഗത്താണ്. മീഞ്ചന്തയിൽ നിന്നും പയ്യാനക്കൽ വരെയാണ് ഈ ബീച്ച് പരിസരത്ത് കൂടിയാണ് CPM-ന്റെ ഒരു കൊട്ടിക്കലാശം. അത് വളരെ കെങ്കേമമായി ബൈക്കിലൊക്കെ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച CPM മണികൾ, CPM അനുഭാവികളൊക്കെ, LDF-ന്റെ പ്രവർത്തകരൊക്കെ ആവേശത്തോടുകൂടി ആ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു. പാളയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രധാനമായും BJP-യുടെ കൊട്ടിക്കലാശമാണ്. BJP-യുടെ 3ഓളം സ്ഥാനാർത്ഥികളെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആനയിച്ചുകൊണ്ടുള്ള ഒരു വരവാണ് കാണുന്നത്. കൂടാതെ പ്രാദേശിക തലത്തിലാണ് കോൺഗ്രസിന്റെ വാർഡ് തലങ്ങളാണ് കോൺഗ്രസിന്റെ കൊട്ടിക്കലാശം. പാളയം വാർഡ് UDF സ്ഥാനാർത്ഥി അൻവറ തേക്കോത്തിന്റെ ഒരു കൊട്ടിക്കലാശ യാത്ര ഇങ്ങനെ പതിയെ ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെ ആവേശഭരിതമായി 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം വിവിധ ഇടങ്ങളിലായി കോഴിക്കോട് സംബന്ധിച്ച് നടക്കുകയാണ്. ഇത്തവണ 3 മുന്നണികളും കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം അവകാശപ്പെടുന്നുണ്ട്. അരനൂറ്റാണ്ട് കാലമായി LDF മാത്രം ഭരിക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട്. ആ കോഴിക്കോടിനെ സംബന്ധിച്ച് LDF-ന് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. നിലവിൽ UDF-നെ സംബന്ധിച്ച് 18 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. BJP-ക്ക് 6, മറ്റ് മുഴുവൻ സീറ്റുകളും LDF-നാണ്. ഇത്തവണ LDF-ൽ നിന്നും ഈ സീറ്റുകളെല്ലാം തന്നെ തിരിച്ചു പിടിക്കുമെന്ന് UDF അവകാശപ്പെടുന്നു. 40ഓളം സീറ്റുകളാണ് UDF-നെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞതിനേക്കാൾ നില മെച്ചപ്പെടുത്തി LDF ഭരണം തുടരും, LDF തുടരും എന്നാണ് LDF നേതൃത്വം പറയുന്നത്. അങ്ങനെ ആവേശഭരിതമായ പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ തുടരുമ്പോൾ BJP അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ 32 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് കാണാൻ പറ്റും. 35 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് BJP വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. ആ അവകാശവാദങ്ങളെ എല്ലാം തന്നെ അതിന്റെ ആ ഒരു പൊലിമ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് 3 മുന്നണികളുടെയും LDF, UDF, NDA മുന്നണികളുടെ വലിയ തോതിലുള്ള കൊട്ടിക്കലാശം ഇപ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇനി കേവലം മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ഇന്ന് കൊട്ടിക്കലാശവും കഴിഞ്ഞ് നാളത്തെ 24 മണിക്കൂർ പിന്നിട്ട് കഴിയുന്ന പിറ്റേന്നത്തെ ദിവസത്തെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ആ ഒരു വോട്ടെടുപ്പ് സമയത്ത് കോഴിക്കോട് നഗരം ആര് ഭരിക്കുമെന്നതിന്റെ വിധി നമുക്ക് അറിയാൻ കഴിയും. അത്തരത്തിലൊരു വിധിയെഴുത്തായിരിക്കും കോഴിക്കോട് നഗരം ഇത്തവണ നൽകുക. ആർക്കൊപ്പമായിരിക്കും? LDF തന്നെ തുടരുമോ, അതല്ല UDF പറയുന്നത് പോലെ UDF ഇത്തവണ നേടുമോ, അതിനപ്പുറത്തേക്ക് BJP കറുത്ത കുതിരയായി വരുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. കണ്ടറിയേണ്ട ആ ഒരു കാര്യം, അതിന്റെ ഒരു ആവേശം കൂടിയാണ് ഇപ്പോഴത്തെ ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
അതുതന്നെയാണ് റിയാസ്. എന്തായാലും നാളെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞ പിറ്റേന്ന് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എന്തായാലും ആരാണ് ഇനി വടക്ക് പ്രദേശം പിടിച്ചെടുക്കാൻ പോകുന്നത് എന്നൊരു കാര്യത്തിൽ അറിയാൻ കഴിയും. എന്തായാലും വലിയ രീതിയിൽ ഒരു ആവേശകരമായ രീതിയിൽ തന്നെ കളറാക്കിയിരിക്കുകയാണ് കലാശക്കൂട്ടം. എന്തായാലും നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. റോഡ് ഷോകളും റാലികളുമാണ് കൊട്ടിക്കലാശത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും കൊട്ടിക്കലാശത്തിൽ ആവേശകരമായ രീതിയിൽ തന്നെ ബാനറുകളും റാലികളും റോഡ് ഷോകളും എല്ലാം ഉയർത്തി വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നടക്കുന്നത്.